നല്ല കട്ടിയും പതയും ഗുണവും ഉള്ള സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് നമുക്കൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓരോ സോപ്പും നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് മെഷർമെന്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേറെ സോപ്പ് മേക്കിംഗ് ക്ലാസ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീഡിയോ മാത്രം കണ്ടാൽ മതി കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള മഞ്ഞൾ സോപ്പാണ്. നമ്മുടെ സ്കിന്നിനൊക്കെ ചിലർക്കൊക്കെ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും, പക്ഷെ ചിലർക്ക് നല്ല റിസൾട്ട് ആണ് കേട്ടോ. മഞ്ഞള് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മൾ മഞ്ഞൾ തേച്ച് കുളിപ്പിച്ചിട്ട് അവരുടെ സ്കിൻ ടോൺ ഒന്ന് മാറാനായിട്ട് മഞ്ഞള് നല്ലതാണ്. നമുക്കും വലിയവർക്ക് വരെ വളരെ നല്ലതാണ് മഞ്ഞള്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മഞ്ഞൾ സോപ്പ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പൊ ഇത് ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ മഞ്ഞള് ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞളുടെ പൊടിയാണ്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് ഒന്നല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ സോബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗ്ലിസറിൻ്റെ സോബേസ് ആണ് വരുന്ന ബാറാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി സോബേസ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതിയേ. അപ്പോഴേക്കും ഇനി നമുക്ക് മഞ്ഞൾ പൗഡർ റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ 10 ഗ്രാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മഞ്ഞളുടെ പൗഡർ. നമുക്ക് 5 ഗ്രാം തൊട്ട് 10 ഗ്രാം വരെ മഞ്ഞൾ പൗഡർ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ 10 ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അലോവേറയുടെ ജെല്ലാണ് കേട്ടോ. നമ്മളിവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അലോവേറ ജെല്ലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അലോവേറ ജെല്ല് വേണമെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അലോവേറ ജെല്ല് ഒരു 2-3 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ മഞ്ഞപ്പൊടി ഫുള്ളായിട്ട് അതിൽ സെറ്റ് ആവുന്ന രീതിയിൽ, മിക്സ് ആവുന്ന രീതിയിലുള്ള അലോവേറ ജെല്ല് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ഗ്രാം പറയുമ്പോൾ നമുക്കൊരു 10-20 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ അലോവേറ ജെല്ല്. നല്ല രീതിയിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വൈറ്റമിൻ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞളിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു 5 ml ആഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻ നമുക്കൊരു 6 തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കാസ്റ്റർ ഓയിലോ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് നല്ല രീതിയിൽ മിക്സാക്കി നമ്മുടെ മെൽറ്റായി വന്നിട്ടുള്ള സോപ്പ് ബേസിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ആണ് 20 ml ആണ് കേട്ടോ നമ്മൾ ടെർമറിക്കിൻ്റെ ഫ്രാഗ്രൻസ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനി നമുക്ക് സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരെ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പിയേഴ്സ് മോൾഡ് തന്നെയാണ് മെയിനായിട്ട്. ഞാൻ എല്ലാ സോപ്പിനും പിയേഴ്സ് മോൾഡാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പം ഉണ്ടാവും, നമുക്ക് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിയേഴ്സ് മോൾഡിലേക്കാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ നല്ല രീതിയിൽ തന്നെ ബബിൾസ് വന്നിട്ടുണ്ട്. നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് ബബിൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാം കേട്ടോ. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം നല്ല സെറ്റായി കിട്ടും. അതിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മഞ്ഞളുടെ സോപ്പ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കളറിലാണ് കേട്ടോ മഞ്ഞൾ സോപ്പ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പോ അല്ലെങ്കിൽ സോപ്പ് മേക്കിംഗ് കിറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ കൊടുത്താൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയത്താണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെയുള്ള ഒരു പ്രചോദനം. അത് നിങ്ങൾ ലൈക്കായിട്ടും അതുപോലെ തന്നെ കമൻറ്റായിട്ടൊക്കെ നിങ്ങൾ രേഖപ്പെടുത്താം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.